പുത്തൻവാദികൾ എന്ന് പറയുമ്പോൾ പുത്തൻ വാദങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ. പുത്തൻ വാദങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് പരിചയമില്ലാത്ത വാദങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ പഴയ കാലം എന്ന് പറയുന്നത് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ കാലവും അതുപോലെ നബിതങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി പ്രാഥമിക രൂപം അടിസ്ഥാനപരമായി കാണിച്ചു തരാത്ത കാര്യങ്ങൾ പുതുതായി വാദിച്ചുണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ പുത്തൻവാദികൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്രാഥമിക രൂപം കണ്ടതാണ്. നേരത്തെ നമ്മൾ നബിദിനത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മദ്ഹ് പറയുന്നതിന് പ്രാഥമിക രൂപമുണ്ട്, സദഖ ചെയ്യുന്നതിന് പ്രാഥമിക രൂപമുണ്ട്. പക്ഷെ ഇവർ ചെയ്യുന്ന ചില വിഷയങ്ങൾ, അവരുന്നയിക്കുന്ന വിഷയങ്ങൾ പ്രാഥമികമായി ഇസ്ലാമിൽ അങ്ങനെ ഒരു ചര്യ കാണാനേ കഴിയില്ല. നേരത്തെ പറഞ്ഞ മൻസന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅത്തൻ എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ വരുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാലേ ഒന്ന് മഹാന്മാർ ഉദ്ധരിച്ച ഒരു ഉദ്ധരണി നമുക്ക് പറയാൻ കരുതി. പിന്നെ ബുഖാരിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ് ഉംദത്തുൽ കാരി. അതിൽ ബദ്രുദ്ദീൻ ഐനി തങ്ങളുടെ ഉംദത്തുൽ കാരി അദ്ദേഹം പറയണ എന്താണ്, അൽ ബിദ്അത്തു ലുഗതൻ കുല്ലു ഷൈഇൻ അമില അലാ ഗൈരി മിസാലിൻ സാബിഖിൻ. ഭാഷാപരമായ അർത്ഥം വിശദീകരിച്ചാണ്. ഷറഇൽ വ ശറഅൻ ഇഹ്ദാസു മാലം യകുല്ലഹു അസ്ലുൻ ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യം പുതുക്കുന്നതിനേക്കാണ് ബിദ്അത്ത് പറയുന്നത്. അപ്പൊ ആ പ്രവൃത്തി അങ്ങനെ തന്നെ ഇതിന്റെ കാലത്ത് വേണമെന്നില്ല. ആ പ്രവൃത്തിന്റെ അടിസ്ഥാനം നിബിതങ്ങളുടെ കാലത്തുണ്ടെങ്കിൽ പോലും അതെന്തല്ല, ബിദ്അത്തല്ല. ഇനി അങ്ങനെ കാലത്ത് അടിസ്ഥാനം തന്നെ ഇല്ല നിൽക്കുക, അതുതന്നെ വഹി അലാ കിസ്മേനി, രണ്ടിനമാണ്. ഒന്ന് ബിദ്അത്തും ദലാല, മറ്റൊന്ന് ബിദ്അത്ത് വഹിയല്ലദീ ദക്കർന. അതാണ് ഇപ്പം നമ്മൾ ഉസ്താദ് നേരത്തെ വിശദീകരിച്ച ബിദ്അത്ത്. ഒരു അടിസ്ഥാനമില്ല എന്ന് മാത്രമല്ല, ഖുർആനോ ഹദീസും ഇജ്മാനോ ഒക്കെ വിരുദ്ധമാകുന്ന രൂപത്തിൽ തുടങ്ങാന്നുള്ളതാണ്. എന്നാൽ ബിദ്അത്തുൻ ഹസന, ബിദ്അത്തുൻ ഹസന എന്നത് വഹിയ മാ റആഹുൽ മുഅ്മിനൂന ഹസനൻ, മുഅ്മിനീങ്ങൾ നല്ലതായി കാണുന്നു. വലാ യകൂനു മുഖാലിഫൻ ലിൽ കിതാബി വസ്സുന്നത്തി വൽ അസരി വൽ ഇജ്മായി. ഖുർആന്, ഹദീസ്, അതുപോലെ തന്നെ അസർ, മഹാന്മാരുടെ അനുഭവങ്ങൾ, ചരിത്രങ്ങൾ, ഇജ്മായി, ഇതിനൊന്നും വിരുദ്ധമല്ലാത്തതും മുസ്ലിങ്ങൾ നല്ലതായി എണ്ണുന്ന കാര്യം അത് നബിതങ്ങളുടെ കാലത്തിൽ അടിസ്ഥാനമില്ലെങ്കിൽ പോലും അത് നല്ല ബിദ്അത്താണെന്ന് അവർ വിശദീകരിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ മദ്രസ പ്രസ്ഥാനത്തിനെ കുറിച്ച് മറ്റൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലത്തെ കാര്യങ്ങൾ. അതേ സമയത്തിൽ ചീത്ത ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഒന്നുമല്ല, മുസ്ലിങ്ങൾ ചീത്തയായി എണ്ണുന്ന അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായത്. ഖുർആന് വിരുദ്ധം, ഹദീസിന് വിരുദ്ധം, ഹദീസ് നബിതങ്ങളുടെ വാക്ക് പ്രവർത്തി അനുവാദം, അസർ എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ സലഫു സാലിഹീങ്ങളുടെ പ്രവർത്തനത്തിന് വിരുദ്ധം. ഇപ്പൊ അതിന് നമുക്ക് ഒരു ഉദാഹരണം പറയാം. ഖുതുബ പരിഭാഷപ്പെടുത്തുന്നു. ഖുതുബ പരിഭാഷപ്പെടുത്തുക എന്നത് ഖുതുബ ഒരു പുതിയ സംഭവം ഇപ്പൊ തുടങ്ങിയതല്ല. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നിലവിലുള്ളതാണ് ഖുതുബ. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം മുഴുവൻ അറബിയിലാണ് ഖുതുബ ഓതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് സ്വഹാബാക്കളുടെ കാലഘട്ടത്തിൽ അറബിയിലാണ് ഓതുന്നത്. അപ്പോൾ പിന്നെ അവർക്കൊരു വാദം ഉണ്ടാവും, ചിലപ്പോൾ അത് അറബികൾക്കല്ലേ ഖുതുബ ഓതുന്നത്, അപ്പോൾ അവരെ പ്രാദേശിക വാർത്ത അറബി തന്നെയല്ലേ, അപ്പോൾ പിന്നെ അറബി തന്നെ ഓതിന് ചോദ്യം ഉണ്ടാവും. എന്നാൽ നമ്മുടെ കേരളവും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും സ്വഹാബത്ത് ആ കാലഘട്ടത്തിൽ ദീനി പ്രബോധനത്തിന് എത്തിയിട്ടുണ്ട്. ആ സ്വഹാബികൾ ആരെങ്കിലും ഒരാൾ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയതിന് ഒരു തെളിവും ഇല്ല എന്ന് അവരുടെ അൽ മുർഷിദ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ അവർ തന്നെ എഴുതിച്ചിട്ടുണ്ട്. അങ്ങനെ ആരും ചെയ്തിട്ടില്ല, സലഫു സാലിഹ് ആരും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഒന്നത്, അപ്പൊ പിന്നെ അവിടെയും പറയാം, ചിലപ്പോൾ അത് അറബിയിൽ ഓതിയത് ശരിയാവുക ചെയ്യും. ഈ വന്ന ആളുകൾക്ക് മലയാളം അറിയാത്തത് കൊണ്ട് അവർ അറബിയിൽ ഓതിയാണെന്ന് പറയാൻ സാധ്യത, പരമാവധി അവരുടെ സാധ്യത അംഗീകരിച്ചു കൊടുക്കുക. എന്നാൽ തന്നെ ഇവിടെ വന്നിട്ട് അവർ ഇസ്ലാം സ്വീകരിച്ച താബീങ്ങൾ അഥവാ സ്വഹാബക്കളെ കണ്ട മുസ്ലിംമാർ താബീങ്ങളാണല്ലോ. ഈ താബീങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ നമ്മളവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ, അവരൊക്കെ മലയാളികളല്ലേ. ആ മലയാളികൾ മലയാളത്തിൽ ഓതൊന്ന് കാണിച്ചു തന്നാൽ മതി, അതുമില്ല. അപ്പോൾ ലോകത്ത് ആരും അങ്ങനെ ഓതിയിട്ടില്ല, സലഫു സാലിഹ്യങ്ങൾ ആരും ഓതിയിട്ടില്ല, എല്ലാവരും അറബിയിലാണ് ഓതിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ നേരത്തെ പറഞ്ഞ ഹദീസിനും അസറിനും എതിരാണ് ഖുതുബയുടെ പരിഭാഷ. അതുകൊണ്ട് അത് തള്ളപ്പെടേണ്ട വിധത്താണ്, ചീത്ത വിധത്താണ്. ചീത്ത വിധത്തിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ നിർബന്ധ പ്രകാരമുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് വളരെ ചീത്തയാവുന്ന വിധത്താണ്. പിന്നെ ആകെ ആളുകൾക്ക് മനസ്സിലാക്കേണ്ടതെന്നുള്ള നമ്മളെ ബുദ്ധിപരമായ ചിന്തക്കനുസരിച്ച് കൊണ്ട് അത് മാറ്റാൻ പറ്റൂല. ഇപ്പൊ നിലവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിധത്താണ്. ഇനിയിപ്പോൾ നമുക്കൊരു വിധത്ത് പുതിയ ഉണ്ടാക്കാം, ഇവർ ചെയ്ത പോലെ നല്ലത് നോക്കുകയാണെങ്കിൽ. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സുബഹി 2 റക്അത്താണ്. പക്ഷെ ഇന്ന് ആളുകൾക്ക് ബിസിനസ്സും കച്ചവടമൊക്കെ ആയിട്ട് ഉച്ചക്കൊക്കെ ഫുൾ തിരക്കാം, ഓടിപ്പോയിട്ട് 2 റക്അത്ത് എങ്ങനെയോ നിസ്കരിച്ച് വരികയാണ് വരും കലായതിനെതിരെ. സുബഹിക്കാണെങ്കിൽ 9 മണിക്ക് അവർക്ക് ഡ്യൂട്ടി തുടങ്ങുള്ളൂ, അതുവരെ ഫുൾ ഫ്രീയാ. അപ്പോൾ സുബഹിക്ക് ഒരു 8 10 റക്അത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ തൽക്കാലം ഒരു ളുഹ്റ് ആണ്ട് ഒഴിവാക്കിയാൽ നല്ല റാഹത്തായിട്ട് ഇബാദത്ത് എടുക്കാമല്ലോ, സന്തോഷത്തോടെ ഇബാദത്ത് എടുക്കാൻ പറ്റുമോ? അങ്ങനെ വിധേയത്ത് തുടങ്ങാൻ പറ്റുമോ?
പറ്റൂല. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന രൂപത്തിനെതിരാണ്. ഇതുപോലെയുള്ള ഒരു വിദഗ്ധാണ് അവർ ഈ ഖുത്ബ പരിഭാഷയിൽ തുടങ്ങി വെച്ചത്. ഈ ഖുത്ബ പരിഭാഷ തന്നെ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഖുത്ബ വേണം അത് നടപ്പിലാക്കുന്നത് തുർക്കിയിൽ കമാൽ പാഷയാണ്. മുസ്തഫ കമാൽ പാഷ. അത്താതുർക്ക് എന്നയാളെ വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു വിഷയം. അത്താതുർക്ക് എന്ന തുർക്കികളുടെ പിതാവ് എന്നാണ്. ശരിക്കും തുർക്കികളുടെ ഒരു പിതാവാനുള്ള യോഗ്യത അയാൾക്കുണ്ട്. അയാൾ ചെയ്തു വെച്ച കാര്യങ്ങൾ പക്കാ നിരീശ്വരവാദിയായിരുന്നു അയാൾ. മുസ്തഫ കമാൽ പാഷയാണ് ആദ്യമായിട്ട് ലോകത്ത് ആ തുർക്കിയിലാണ്. എന്നിട്ട് അവിടെ ചരിത്രം പറയുന്നുണ്ട്, തുർക്കിയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ അവരുടെ തുർക്ക് ഭാഷയിൽ, തുർക്കികളെന്ന് പറഞ്ഞാൽ ഭാഷാപ്രേമികളാണ്, തുർക്ക് ഭാഷയോട് അങ്ങേയറ്റം അവർക്ക് താല്പര്യമുള്ള ഇന്നും അവരുടെ എർദോഗൻ്റെ ഒക്കെ പ്രസംഗങ്ങളും മറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അവർ തുർക്കി ഭാഷയ്ക്ക് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നേക്കാൾ ഇപ്പൊ പേര് മാറ്റി തുർക്കിയെ എന്നാണ്, ടർക്കി എന്നുള്ള മാറ്റി തുർക്കിയെ എന്നാക്കിയിട്ടുണ്ട്. അതൊക്കെ അവർക്ക് ഭാഷയോടുള്ള അത്രക്ക് സ്നേഹം. അവര് പോലും എന്ത് ചെയ്തിട്ടില്ല, ഈ ഖുത്ബ അത് അറബിയിൽ തന്നെയായിരുന്നു. എന്ന് മാത്രമല്ല ഇങ്ങനെ ആദ്യമായിട്ട് അവരുടെ ഈ മുസ്തഫ കമാലിന്റെ നിർദ്ദേശം അയാൾ മുഴുവൻ താടി വടിക്കൽ താടി വളർത്തൽ നിരോധിച്ചു, പിന്നെ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ ഹിജാബ് നിരോധിച്ചു, ബാങ്ക് വിളി വരെ പ്രാദേശിക ഭാഷയിലാക്കി. കാരണം നിർത്താൻ പറ്റൂല, അതുകൊണ്ട് പ്രാദേശിക ഭാഷയിലാക്കി ആദ്യ പടിയായിട്ട്. അങ്ങനെ ആദ്യമായിട്ട് ഈ ഖുത്ബ അവരുടെ തുർക്കി ഭാഷയിൽ ഓതിയ സ്ഥലത്ത് നിന്ന് ആളുകൾ ഇറങ്ങിപ്പോയി എന്നാണ്, ജുമുക്ക് വന്ന ആളുകൾ. കാരണം അവർക്കിത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത 20-ാം നൂറ്റാണ്ടിൽ നടക്കുന്നതാണ്. അപ്പൊ 14 നൂറ്റാണ്ടുകൾ അപ്പുറത്തിന് വിധങ്ങളുടെ അത്രയും പ്രാദേശികവാദികളായിട്ട് പോലും അവർക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത്ര കാലം കേരളത്തിൽ അവർ തന്നെ പറയുന്നുണ്ട് 1950-കളിൽ ഒതായിലാണ് അവർ ആദ്യമായിട്ട് അത് പുതിയൊരു വിധേയത്താണ്. അതിലും ഒരു വിധേയത്ത് അവർ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ വാദപ്രകാരം സ്ത്രീകൾ പള്ളിയിൽ പോകാന്നാണ്. പുതിയ അവരുടെ വിധേയത്ത് പറയാണല്ലോ. അവർ വാദപ്രകാരം അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല, അത് മറ്റൊരു വിഷയം. പക്ഷെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയത് കാണാം. ഇതാണ് ഇപ്പോൾ അവർക്ക് ആകെ തെളിവ്. പിന്നെ ഹിജാബിന്റെ ആയത്ത് വന്നതിന് ശേഷമാണ് നിന്നും പോണത്. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളി പോയത് ഏത് ഹദീസ് പരിശോധിച്ചാലും പുരുഷന്മാരുടെ ബാക്കിൽ സ്ത്രീകൾ നിൽക്കുകയാണ്. ഈ സ്ത്രീകൾക്കായിട്ട് പള്ളിയിൽ ഒരു ഏരിയ അവർക്കായിട്ട് മാറ്റി വെക്കുക എന്ന് പറഞ്ഞത് അവർക്ക് വെക്കുന്ന അത് ഒരു ഹദീസിലോ വൈഫ് ഹദീസിലുകൾക്ക് കാണാൻ പറ്റില്ല.